തൊഴിൽ നൈപുണ്യ പരിശീലന പരിപാടിയുടെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഭക്ഷ്യ സംസ്കരണത്തിൽ 60 കുട്ടികളെയും ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ 50 കുട്ടികളെയും മോഡൽ എംബ്രോയിഡറി കോഴ്സിൽ 20 കുട്ടികളെയും റബ്ബർ ആൻഡ് പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ 26 കുട്ടികളെയും സെന്റ് ഡോമിനിക്സ് കോളേജിലും 56 കുട്ടികളെ MES കോളേജ് എരുമേലിയിലും ട്രെയിനിംഗ് പൂർത്തിയാക്കി. റബ്ബർ ടെക്നോളജിയിൽ ഏഞ്ചൽ റബ്ബേഴ്സ് ചീങ്കലിംഗിലും ഭക്ഷ്യ സംസ്കരണ കോഴ്സിൽ ഫുഡ് ഫെസ്റ്റ് സെന്റ് ഡോമിനിക്സ് കോളേജിലും നടത്തപ്പെട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ തേടി പോകുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്വാസം പകരുന്ന നൂതന പദ്ധതികൾ കേരളത്തിൽ ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്താണ്. പഠനത്തോടൊപ്പം സംരംഭം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാനാണ് ഇതുപോലുള്ള പദ്ധതികൾ കലാലയങ്ങളിൽ സംഘടിപ്പിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് പറഞ്ഞു. യോഗത്തിൽ റബ്ബർ ടെക്നോളജിയുടെ പ്രോജക്റ്റും ഭക്ഷ്യ സംസ്കരണത്തിന്റെ ഫുഡ് ഫെസ്റ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. നൈപുണ്യ പരിശീലനത്തിന്റെ ഏതാണ്ട് 60 കുട്ടികൾക്കാണ് എന്നോട് പരിശീലനം പൂർത്തീകരിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുക്കുകയാണ്. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് പഠനത്തോടൊപ്പം തന്നെ വ്യവസായ സംരംഭങ്ങളായ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലിയും പാർട്ട് ടൈം പഠിത്തവും ഇത് രണ്ടും കൂടിയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലോട്ട് കടന്നു പോകുമ്പോൾ അവരവിടെ പഠിക്കുകയും പാർട്ട് ടൈം ജോലിയും കൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യാതെ അവരിവിടുന്ന് പഠിച്ചിറങ്ങുന്നതോടൊപ്പം തന്നെ അവരൊരു സംരംഭകരായി തീരുവാൻ വേണ്ടി അവർക്ക് എല്ലാ പ്രോത്സാഹനവും സർക്കാർ ഒപ്പം ഉള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തും വ്യവസായവും ഓഫീസർ ഉൾപ്പെടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു പരിശീലന ക്ലാസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് തന്നെ എല്ലാവരും ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അതുപോലെ തന്നെ റബ്ബറിന്റെ പേരുള്ള ഗ്ലൗസ്, അങ്ങനെ റബ്ബറിൻ്റെതായ കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെത്, അങ്ങനെ ഒട്ടനവധി പ്രോജക്റ്റുമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നിങ്ങളുടെ മുന്നോട്ട് എത്തിയിരിക്കുന്നത്. അത് 2 കോളേജിലാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി കുറിച്ചിരിക്കുന്നത്, MES കോളേജിലും അതുപോലെ തന്നെ ST കോളേജിലും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ വലിയൊരു വ്യവസായ സംരംഭകരായി മാറണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കഴിവുകളുണ്ട്. നിങ്ങളുടെ ഓരോ സ്ഥാപനങ്ങളിലോട്ടും അനവധി ആൾക്കാർക്ക് ജോലി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുത്തുവാനായിട്ടും സർക്കാരിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിജയഗാഥ ഉയർത്താൻ സാധിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടക്കുകുഴി അധ്യക്ഷത വഹിച്ചു. സെന്റ് ഡോമിനിക്സ് കോളേജ് ബർസാർ ഫാദർ മനോജ് പാലക്കുടി, പ്രിൻസിപ്പൽ സീമോൻ തോമസ്, ED ക്ലബ് കോർഡിനേറ്റർ റാണി അൽഫോൺസ് ജോയൽ, നിതിൻ ജോയി, ജോജോ ഏറത്ത്, നിത്യകൃഷ്ണൻ, അജയ്കുമാർ B പിള്ള, ദേവിക PR, അശ്വതി, സുറുമി, അശ്വൻ തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.